മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ലോകത്തെ ഏറ്റവും വിഷമുള്ള ജീവിയാണ് കിങ് കോബ്ര. അതിൻ്റെ ഒരൊറ്റ ചീറ്റലിൽ 20 മനുഷ്യരെ വരെ കൊല്ലാൻ പാകത്തിലുള്ള വിഷമുണ്ടാവുമെന്നാണ് കണക്ക്. എന്നാൽ അതിനേക്കാൾ വിഷമുള്ള ഒരു ജീവിയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. 45 ലക്ഷത്തോളം വരുന്ന മലപ്പുറം ജില്ലയിലെ നാനാമത ജാതിയിൽപ്പെട്ട ആളുകളെയാണ് ഈ ഒരൊറ്റ വിഷം ചുറ്റൽ കൊണ്ട് ഇയാൾ കൊല്ലാൻ ശ്രമിക്കുന്നത്. മതമൈത്രിക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണം കാണിക്കാവുന്ന ജില്ലയാണ് മലപ്പുറം എന്നത് കേരളത്തിന്റെ വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. മലപ്പുറത്തെ ജനങ്ങളെ സംസ്കാരവും സൗഹാർദ്ദവും എല്ലാം പെരുമയുള്ളതാണ്. അതിവിഷപ്പാമ്പിനും നന്നായി അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുന്നതെന്നറിയാമോ? മലപ്പുറത്തെക്കുറിച്ച് സദാ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നാൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നത് തന്നെയാണ്. അപരവിദ്വേഷം പരത്തുക എന്നതല്ലാതെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സംഘപരിവാർ നേതാക്കൾ രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ നാടിൻ്റെയോ നാട്ടുകാരുടെയോ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചതായി നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്കല്ലേ നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് പറയുക. മലപ്പുറം അന്നും ഇന്നും എന്നും മലപ്പുറം തന്നെയാണ്. വെള്ളപ്പൊക്കവും നിപ്പയും കൊറോണയുമൊക്കെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ജില്ലയാണ് മലപ്പുറം. അന്നും അവിടെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അതിജയിച്ചിട്ടുണ്ട്. ഈ വിഷത്തെയും അതിജയിക്കും.